ഇലക്ഷൻ ആരംഭിച്ചപ്പോൾ BJPയുടെ ഏകപക്ഷീയമായ വിജയമാണ് പറഞ്ഞത്. എന്നാൽ 1, 2, 3 ഘട്ടങ്ങളൊക്കെ ആയപ്പോൾ ഇന്ത്യ മുന്നണി കൂടി ശക്തമായ മത്സരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മത്സരം ഇന്ത്യ ബ്ലോക്കും BJPയും തമ്മിലായി. എന്നാലിപ്പോൾ 5ാം ഘട്ടവും കഴിഞ്ഞ് കഴിയുമ്പോൾ എത്തി നിൽക്കുന്ന സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് യോഗേന്ദ്ര യാദവും പ്രശാന്ത് കിഷോറും തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി. ഇപ്പോൾ പ്രശാന്ത് കിഷോർ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ലെന്നും ഉറപ്പായും കംഫർട്ടബിളായി അധികാരത്തിൽ വരുമെന്നുമൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദഗതിയെ ഖണ്ഡിക്കുന്നത് കൂടാതെ അദ്ദേഹം ഒരു സ്പോൺസേഡ് അഭിപ്രായമാണ് പറഞ്ഞതെന്നും അവസാന 2 ഘട്ട തെരഞ്ഞെടുപ്പിനെ BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞായിരുന്നു അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇവിടെ ഒരുപാട് വർഗീയത പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് വല്ലാതെ വർത്തമാനം പറയുന്ന, വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെയും നമ്മുടെ കേരള സമൂഹത്തിൽ പോലും കൊടിയ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ കറുത്ത അധ്യായമാണ് യഥാർത്ഥത്തിൽ വടകര തിരഞ്ഞെടുപ്പ്. അവിടെ പോലും വളരെ തന്ത്രപരമായി അത് ഉപയോഗിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് ആരും ഗൗരവമായ ചർച്ച നടത്തുന്നില്ല. കാഫർ ഉപയോഗിച്ച ആളിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കാഫർ എന്ന പദം ഉപയോഗിച്ച് വടകര പോലൊരു മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ എല്ലാ ശ്രമവും നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. ഞാനിത് പറഞ്ഞത് മുൻവിധികളെക്കുറിച്ചും ഇടപെടുന്ന രീതിയെക്കുറിച്ചും പറയുമ്പോൾ ഉള്ള ഒരു ഹിപ്പോക്രസി പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഏതായാലും അങ്ങനെ പ്രശാന്ത് കിഷോറിൽ നിന്ന് ഇപ്പോൾ യോഗേന്ദ്ര യാദവിലേക്ക് എത്തിയപ്പോൾ യോഗേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങളിലെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് 220 മുതൽ 260 സീറ്റ് വരെ എന്ന തരത്തിൽ BJPക്കും ഘടകകക്ഷികൾക്ക് 15 മുതൽ 35 വരെ എന്ന തരത്തിലും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നിരത്തുകയുണ്ടായി. അപ്പോഴും 2 ഘട്ട തിരഞ്ഞെടുപ്പ് ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും എക്സിറ്റ് പോൾ നടത്തിയതല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയല്ല, എൻ്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും യാത്രാനുഭവങ്ങളുമാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ 2 വാദഗതികളും വന്നപ്പോൾ ഇപ്പോൾ പ്രശാന്ത് കിഷോർ വീണ്ടും രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ വല്ലാതെ കുറ്റം പറഞ്ഞവരും എന്നെ വല്ലാതെ അപമാനിച്ചവരും യോഗേന്ദ്ര യാദവിൻ്റെ റിസൾട്ട് കണ്ടിട്ട് എന്ത് പറയുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹം പറയുന്നത് യോഗേന്ദ്ര യാദവും ഞാനും പറഞ്ഞത് ഒന്നല്ലേ എന്നാണ്. യഥാർത്ഥത്തിൽ യോഗേന്ദ്ര യാദവും പ്രശാന്ത് കിഷോറും പറഞ്ഞത് ഒന്നല്ല. എന്താണെന്ന് ചോദിച്ചാൽ, യോഗേന്ദ്ര യാദവ് പറയുന്നത് BJPക്ക് 220 മുതൽ 260 സീറ്റ് വരെയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നില്ല. എന്നാൽ പ്രശാന്ത് കിഷോർ പറഞ്ഞത് BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 303 സീറ്റോളവും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലും കിട്ടും എന്നാണ് പറഞ്ഞത്. അത് രണ്ടും എങ്ങനെയാണ് തുല്യമാകുന്നത്? അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ ആ വാദം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞതുപോലെ, ഞാനും യോഗേന്ദ്ര യാദവും ഒരുപോലെയാണ് പറഞ്ഞത് എന്ന് സമർത്ഥിക്കുന്നത് തെറ്റായ വാദമാണ്. കാരണം യോഗേന്ദ്ര യാദവ് പറഞ്ഞത് കേവല ഭൂരിപക്ഷം കിട്ടില്ല, ചിലപ്പോൾ ഘടകകക്ഷികൾ ചേർന്നാൽ പോലും, നിലവിലുള്ളവർ ചേർന്നാൽ പോലും കിട്ടിയെന്ന് വരില്ല, എന്നാൽ അതിൻ്റെ ഏറ്റവും അപ്പർ എൻഡിൽ പോയാൽ 290 വരെ വന്ന് കേവല ഭൂരിപക്ഷത്തെക്കാൾ ഏതാണ്ട് 18 സീറ്റോളം അധികവും കിട്ടാം എന്നാണ് പറഞ്ഞത്. അത്തരമൊരാശങ്കയും പ്രശാന്ത് കിഷോറിൻ്റെ നിരീക്ഷണത്തിലോ പ്രവചനത്തിലോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് തന്നെ അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ വൈരുദ്ധ്യം ആ കണക്കുകളിലുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. എന്നാൽ തനിക്കെതിരെ വളരെ രൂക്ഷമായ ആരോപണം ഉണ്ടാവുകയും കരൺ താപ്പറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സംഗതികളെ ഇദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും അതുതന്നെയാണ് എന്ന് വാദിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഈ വാദമുഖങ്ങളുടെയൊക്കെ അന്തിമ ഫലത്തിന് ജൂൺ 4 വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് സത്യസന്ധമായ കാര്യം.